ഒരു പുസ്തകം എഴുതണം എന്നെന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷേ ചോദ്യം എന്താണ് ഞാൻ എഴുതുക, എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് എഴുതും, ഇതുപോലുള്ള പല ചോദ്യങ്ങളുമായിരിക്കും. ഇന്ന് വേൾഡ് ബുക്ക് ഡേ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ഓഥർ എന്നുള്ള ജേർണി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂൾ പഠിക്കുമ്പോഴോ ഒന്നും ഞാനൊരു മാഗസിനിൽ ഒരു പേജ് പോലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഒരു ആർട്ടിക്കിളും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ഓഥർ ആയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ വ്യക്തമായിട്ട് അറിയില്ല. ഇൻഫാക്ട് അത് സംഭവിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. എൻ്റെ ഓഥർ ജേർണി നിങ്ങൾക്കും കോപ്പി ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് തോന്നിയാൽ ഞാൻ അതിൽ ഡീപ്പായിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തഥാസ്തു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഞാൻ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് ന്യൂറോ സയൻസും മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, അതിൻ്റെ പിന്നിലെ സയൻസ്, ഇതൊക്കെ ഡീപ്പർ ലെവലിൽ സ്റ്റഡി ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളുടെ പബ്ലിഷ് പേപ്പേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതെല്ലാം ഞാൻ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞത് വായിച്ചു നോക്കുന്ന സമയത്ത് ഇത് മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടും എന്ന് തോന്നുന്നതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു പുസ്തകം അവിടെ ഉണ്ടാവുന്നത്. തഥാസ്തു തന്നെ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഇതേപോലെയാണ് ഓരോന്നും. ലാസ്റ്റ് ഞാൻ റിലീസ് ചെയ്ത ബുക്ക് മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ ആണ്. 2016-17 പീരീഡിലാണ് ഞാൻ ഹ്യൂമൻ ലോഞ്ചിവിറ്റി, അതേപോലെ പീക്ക് പെർഫോമൻസ്, അതേപോലെ തന്നെ ബയോ ഹാക്കിംഗ്, ഇതിലൊക്കെ ഭയങ്കരമായ ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുകയും ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിരവധി പബ്ലിഷ് പേപ്പറുകൾ വായിക്കുകയും കുറേ അധികം ഇന്റർനാഷണൽ ലിറ്ററേച്ചറുകൾ വായിക്കുകയൊക്കെ ചെയ്തു. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ കമ്പൈൽ ചെയ്തപ്പോൾ അതൊരു ബുക്കായിട്ട് മാറിയതാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് വളരെയധികം ആൾക്കാരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ലേണിംഗ് അത് ഏത് മേഖലയിലും ആവട്ടെ, അതിനെ ഒന്ന് ക്രോഡീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അതിനെ ഒന്ന് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ, ഒന്ന് കോഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എഴുതാൻ പറ്റിയ ഏറ്റവും നല്ലത് ടൈപ്പ് ചെയ്താലും മതി, എങ്ങനെയും ആവട്ടെ, അത് ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ നിരവധി ആൾക്കാരുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറിവ് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓഥർ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ, ഒരു നോവൽ എഴുതുക, അതേപോലുള്ള ഫിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഒരു നോളജ് ബേസിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ നോളജിനെ ഒരു പുസ്തകമാക്കാൻ ഒരു പ്രയാസവുമില്ല. ആകെ കൂടി വേണ്ടുന്ന ഒരു ഡീപ്പ് ലേണിംഗ് മെന്റാലിറ്റി ഉണ്ടാവണം. ആ ഒരു സബ്ജക്റ്റിൽ വളരെ ഡീപ്പർ ലെവൽ ലേൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും അതിനെ പിന്നീട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായൊരു പുസ്തകമായി പുറത്തു വരും. വളരെ അഭിമാനം തോന്നുന്ന ഒരു മൊമെന്റാണ് നിങ്ങളുടെ പേരിൽ ഒരു പുസ്തകം മേ ബി ഒരു ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റോളിലോ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു വേൾഡ് ബുക്ക് ഡേയിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഇൻസ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അറിവുകളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. അതിലൂടെ നിങ്ങൾക്കും ആ ഫുൾഫിൽമെന്റ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും.